വിക്രം സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ മാനസികമായിട്ട് യാതൊരുവിധ അടുപ്പവുമില്ല എന്ന് നിങ്ങൾ അങ്ങ് സമ്മതിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു തരാമെന്ന് പറയും. നിങ്ങൾ ഈ മലക്കുപോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു തീരുമാനം പറയേ, യെസ് ഓർ നോ. അപ്പോൾ വിക്രം ആകെങ്ങ് പരിങ്ങി നിൽക്കാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ തമ്മിൽ അടുപ്പമൊന്നുമില്ല എന്നൊന്നുമല്ല. അപ്പോ ഉണ്ടെന്നാണോ വേദ തിരിച്ചു ചോദിക്കുമ്പോൾ വിക്രത്തിന് മറുപടിയൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഇതൊക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പോ വന്നത് ദീപ്തിയുടെ കാര്യം പറയാനല്ലേ എന്ന് വിക്രം വിഷയം മാറ്റിയാണ്. ഓ അതാണോ, എങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ദീപ്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ദീപ്തിയും മരണവും ഉണ്ടായിരുന്നു. കുറച്ചു നേരമായോ വന്നിട്ട് എന്നവർ ചോദിക്കുമ്പോൾ ആയി എന്ന് വേദ മറുപടി നൽകി. നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയില്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഇപ്പോ വീട്ടിൽ ആരോടും മിണ്ടാറില്ല എന്നാണ് ദീപ്തി പറയുന്നത്. അത് സ്വാഭാവികമല്ലേ, ഒരു വീട്ടിൽ തന്നെ രണ്ടുപേർ ഒരേ സ്വഭാവം കാണിച്ചാൽ അത് ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിക്രം പരിഹസിച്ചു. അന്നേരം വേദ ഇടപെടുന്നുണ്ട്. തൽക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് വീട്ടിൽ ആരും അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അന്ന് ചേച്ചി വന്നപ്പോൾ ഞാൻ കുറച്ച് മോശമായിട്ട് പെരുമാറി, സോറി എന്ന് ദീപ്തി പറയുമ്പോൾ അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് വേദ ആശ്വസിപ്പിച്ചു. വിക്രം വീണ്ടും കാര്യഗൗരവത്തോടെ തന്നെ സംസാരിക്കാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം ഒന്നും എടുത്തു ചാടിയിട്ടാവരുത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. തൽക്കാലം നിങ്ങൾ തമ്മിൽ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് ഇടണം. അതായത് ഒന്ന് വിട്ടു നിൽക്കണം. വിക്രം പറയുന്നത് ദീപ്തിക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഈ മലക്ക് പോയി വരുന്നത് വരെയെങ്കിലും നിങ്ങൾ തമ്മിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല. വീട്ടുകാരുടെ മുന്നിൽ നിങ്ങൾക്ക് തമ്മിൽ ഇപ്പോൾ ബന്ധമില്ലെന്ന രീതിയിൽ വേണം നിങ്ങൾ രണ്ടുപേരും പെരുമാറാനെന്ന് വിക്രം ദീപ്തിയെ ഉപദേശിച്ചു. ശരി, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. ഞങ്ങൾ വിട്ടുനിന്നാലും ഞങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു അവസരമാവുമല്ലോ എന്ന് വരുൺ സമ്മതിച്ചു. എങ്കിൽ നമുക്കൊരു കാപ്പി കുടിക്കാമെന്നും പറഞ്ഞ് വിക്രം എല്ലാവരെയും വിളിക്കുന്നു. ഇവർ 4 പേരും പോകുന്നത് ദൂരെ നിന്ന് ചന്ദ്രശേഖരൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വിക്രം ശ്രീനിവാസന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരാള് പരിഹാസത്തോടെ വിക്രമിനെ നേരിടാണ്. വിക്രം സ്വാമി ഇങ്ങോട്ടേക്കൊന്നും കാണാനില്ലല്ലോ. താലി കെട്ടിയ ആണുങ്ങൾ ഇത്രക്ക് മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അയാൾ കളിയാക്കി. ഒരു പെണ്ണിനെ താലി കെട്ടിയെന്ന് വിചാരിച്ച് അവൾ പറയുന്നത് അനുസരിക്കണമെന്നില്ല. ആണുങ്ങളായ പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കണമെന്നൊന്നുമില്ല എന്ന് അയാൾ ചോദിച്ചു. അന്നേരം വിക്രം ചുട്ട മറുപടി തന്നെ കൊടുക്കാണ്. എന്നിട്ട് താൻ തന്റെ പെണ്ണ് പറയുന്നത് അനുസരിച്ചാണോ ജീവിക്കുന്നത്? അല്ല, ഇത് ആണുങ്ങളുടെ കാര്യമാണ് താൻ പറഞ്ഞത് എങ്കിൽ എനിക്കതില്ല എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്നു നീങ്ങി. ശ്രീനിവാസൻ സർ വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കട്ടെ വിക്രമിന്റെ തോളിൽ വെച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. സർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് വിക്രം തിരക്കുമ്പോൾ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് സർ പറയുന്നു. ആ വക്കീൽ നോട്ടീസിന്റെയും കേസിന്റെയും കാര്യമാണ് സാറിന് പറയാനുള്ളത്. വേദ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് അത്ര ശരിയല്ല. ശ്രീധരൻ തേരാട്ടിന് അയച്ച നോട്ടീസിന് താൻ മറുപടി അയച്ചിട്ടുണ്ട്. പക്ഷെ വേദ അയാളുടെ കയ്യിലുള്ള ഓരോ ആയുധവും വെച്ചിട്ടാണ് കളിക്കാൻ നോക്കുന്നത്. അത് തനിക്ക് വലിയ പ്രശ്നമുണ്ടാവും. വിക്രം വേദയോട് ഈ കാര്യം സംസാരിച്ചിരുന്നല്ലോ എന്ന് സാറ് ചോദിക്കുമ്പോൾ സംസാരിച്ചു, പക്ഷേ അവൾ അനുസരിച്ചില്ലെന്ന് വിക്രം മറുപടി നൽകി. സാർ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തന്നോട് ഏറ്റവും അടുപ്പമുള്ളത് വിക്രത്തിനോടാണ്. ഈ കേസ് തീരാൻ വർഷങ്ങൾ എടുത്തേക്കാം. അതിനുള്ളിൽ നിങ്ങൾക്ക് തമ്മിൽ പ്രണയം തോന്നി ഈ സാറിനെതിരായി കാര്യങ്ങൾ തുറന്നു പറയുമോ എന്നാണ് സാറിന്റെ പേടി. ശ്രീനിവാസൻ സാറ് എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എന്ന് വിക്രം വിഷമത്തോടെ ചോദിച്ചു. അങ്ങനെയല്ല, പ്രണയം മനുഷ്യനെ മാറ്റും, ഒരു മൺതരിയോളം ചെറുതാക്കുമെന്നൊക്കെ സാർ വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല വേദ ഇതിൽ ഇടപെടുന്നത് എന്ന് സാർ തറപ്പിച്ചു പറഞ്ഞു. പിന്നീട് അങ്ങനെ വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നു. അവിടെ രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, വേദ ഒരു സാധാരണ വക്കീലല്ലേ, പിന്നെ എന്തിനാണ് ശ്രീനിവാസൻ സാർ അവളെ ഇത്രമാത്രം പേടിക്കുന്നത്? ഇതിലെന്തോ കള്ളത്തരമുണ്ടെന്ന് രാജേട്ടനും ജോസഫിനൊക്കെ മനസ്സിലായി. രാജേട്ടൻ ഒരു കഠിനമായ ചോദ്യം വിക്രത്തിനോട് ചോദിക്കാണ്. വേദയെയും ശ്രീനിവാസൻ സാറേയും തിരഞ്ഞെടുക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ ആരെ തിരഞ്ഞെടുക്കും? 1 വർഷം മുൻപായിരുന്നുവെങ്കിൽ സംശയമില്ലാതെ ശ്രീനിവാസൻ സാറിനെ എന്ന് നീ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞല്ലോ എന്ന് ജോസഫ് കളിയാക്കി. വിക്രം വെറുതെ ഒന്ന് ചിരിക്കുകയാണ്. അനിയൻകുട്ടൻ വിക്രത്തിനെ വീണ്ടും ചൊടിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ പ്രണയം അങ്ങ് പടർന്നു പന്തലിക്കട്ടെ, അതിൽ പഴങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് അവർ ചിരിച്ചു. സത്യത്തിൽ 1 വർഷം അവൾ എൻ്റെ കൂടെ ജീവിച്ചപ്പോൾ അവളോട് എനിക്ക് നല്ല അടുപ്പം തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് അവൾ തന്നെ ഇല്ലാതാക്കുമോ എന്നാണ് എൻ്റെ വിഷമമെന്ന് വിക്രം കൂട്ടുകാരോട് തുറന്നു പറഞ്ഞു. എടാ, ഇതൊരു കേസ് മാത്രല്ലേ, നീ ശ്രീനി സാറിനോട് പോയി പറയൂ. വേദയുടെ പ്രൊഫഷൻ കരിയർ ഇടപെടാൻ തനിക്ക് കഴിയില്ല എന്ന്. വിക്രം പിന്നീട് വേദിയെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ പോയി. നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് വേദ ചോദിക്കുമ്പോൾ താൻ താലി കെട്ടിയ പെണ്ണ് എവിടെയാണോ ഉള്ളത് അവിടെ അവളെ കൊണ്ടുപോവാൻ വന്നതാണ് എന്ന് വിക്രം പറഞ്ഞു. നീ ചുമ്മാ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തോ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് വേദ അപ്പോൾ തന്നെ പിടിച്ചെടുക്കുന്നു. വിക്രം അവർക്കൊരു കരിക്ക് വാങ്ങാൻ നിൽക്കുന്നു. കരിക്ക് കുടിക്കുമ്പോഴേക്കും വേദ വിടാതെ തന്നെ ചോദിച്ചു, നീ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം.
വിക്രം, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം. ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ? ശ്രീനി സാർ ഒരു വലിയ വക്കീലിനെ വെച്ച് കേസ് വാദിക്കാൻ കഴിയാത്ത ആളല്ലേ, പിന്നെന്തിനാ ഞങ്ങളെ എങ്ങനെ പേടിക്കുന്നത് എന്ന് വേദ ചോദിച്ചു. ഈ കേസിൽ നിന്നും ഞാൻ പിന്മാറില്ല. ആ സാറിന്റെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട എന്ന് വേദ ഉറപ്പിച്ചു പറഞ്ഞു. വിക്രത്തിന് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. കരിക്കിന്റെ പൈസ കൊടുത്ത് അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലെത്തിയ ഉടനെ തന്നെ വിശ്വത്തിന്റെ മോള് വന്ന് വേദയെ കെട്ടിപ്പിടിച്ചു. ചെറിയമ്മ വന്നോ എന്ന് ചോദിക്കുമ്പോൾ വേദക്ക് വല്ലാത്ത സന്തോഷം തോന്നി. വിക്രം അപ്പോഴും ഒന്ന് പരിഭവിച്ച് നിൽക്കണേ. എന്താ ചെറിയൊന്നും മിണ്ടാത്തത് എന്ന് കൊച്ചു ചോദിക്കുമ്പോൾ, നീ അല്ലേ എന്നോടും മിണ്ടാത്തത്, നിനക്കിപ്പോ വേദ ചെറിയമ്മയെ മതിയല്ലോ എന്ന് വിക്രം പരിഭവം നടിച്ചു. അസൂയയാണെന്ന് വേദ കളിയാക്കി. സ്വാമിമാർക്ക് അസൂയ ഉണ്ടാകുമോ എന്ന് വേദ ചോദിക്കുമ്പോൾ, ആരാണ് ഇപ്പോൾ കള്ളം പറഞ്ഞത് എന്ന് വേദ ചോദിച്ച് വേദ കൊച്ചിനെ പിടിക്കാൻ ഓടുന്നു. അവർ എല്ലാവരും കളിക്കുന്നത് കണ്ടുകൊണ്ടതിന്റെ സന്തോഷത്തോടു കൂടി ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. ശല്യം തുടങ്ങിയോന്ന് ശ്രീജ തമാശമായി ചോദിക്കുമ്പോൾ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ചേച്ചി എന്ന് വേദ മറുപടി നൽകി. നാളെ നമ്മൾ യാത്ര പോകുകയല്ലേ എന്ന് ശ്രീജ ഓർമ്മപ്പെടുത്തി. വിക്രമിന്റെ ഉള്ളിലെ ദുഷ്ടതകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ നല്ലൊരു മനുഷ്യനായി മാറാൻ വേണ്ടിയാണ് വേദ ഈ യാത്രയും മലകയറ്റവും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാറിയില്ലെങ്കിലോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, മാറിയില്ലെങ്കിൽ ഞാൻ ഈ മൂക്കങ്ങ് ചെത്തിയെടുക്കുമെന്ന് വേദ തമാശയായി ഭീഷണിപ്പെടുത്തി. മലകയറ്റം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വിക്രം പുതിയൊരാളാകുമെന്ന് വേദക്ക് ഉറപ്പായിരുന്നു. മല കയറി തിരിച്ചു വരുമ്പോഴേക്കും ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും വേദ പറഞ്ഞു. അങ്ങനെ ഈ ഒരു മല കയറുന്നതോടുകൂടി തന്നെ വിക്രം പൂർണ്ണമായും ഒരു നല്ല മനുഷ്യനാവുമെന്ന് പ്രതീക്ഷയോടെയായിട്ടോ വേദ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.